Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. പക്ഷേ ഇന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ ആണോ Question paper? ഇട്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ ആയിരുന്നു. Question ഒന്ന് പറയാമോ ശരണ്യ? എന്താ മിസ്സേ? Question ഒന്ന് ഏതായിരുന്നു? ഏതെങ്കിലും ഒരു question ഒന്ന് പറയാമോ? പറയാമേ. The number of beds in mid-sized hospital is dash. Yes, ശരിയാണ്. റിജോ ക്വസ്റ്റ്യൻ മാറിപ്പോയെന്ന് തോന്നുന്നു. മാറിപ്പോയതായിരിക്കും. ഞാൻ ചെയ്തു കൊടുക്കുള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ. അതെ അല്ലെ, ഓക്കെ ഓക്കെ, അത് കുഴപ്പമില്ല, അത് ക്ലിയർ ചെയ്യാം ശരണ്യ. അത് നിങ്ങൾക്കുള്ളതല്ല, അത് ബൈ മിസ്റ്റേക്ക് അങ്ങനെ പറ്റിപ്പോയതാ. കാരണം വേറെ കോഴ്സ് ഉള്ളത് കാരണം ബൈ മിസ്റ്റേക്ക് പറ്റിപ്പോയതാ കേട്ടോ. നമ്മളുടെ ഞാൻ കഴിഞ്ഞ ദിവസം തന്ന ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്തിരുന്നോ? ഒരു 5 എണ്ണം ചെയ്തു മാം, ചെയ്തു. കഴിഞ്ഞ ദിവസത്തെ 5 അല്ല, ഞാൻ ലിജോട് ചോദിക്കായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഞാനൊന്ന് അതാണോ നിങ്ങൾക്ക് കിട്ടിയെന്നൊന്ന് ഞാൻ ഒന്ന് കൺഫേം ചെയ്യാനാണേ. അതിന് മുമ്പിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിരുന്നു. ഫസ്റ്റ് അതായിരുന്നു, ദ ക്ലോത്ത്സ് ഓഫ് ദ ചിൽഡ്രൻ ഷുഡ് ബി. അത് ചെയ്തിരുന്നു മാം. വെറൈറ്റി ഓഫ് ഫോംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, അത് തന്നെയല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ബൈ മിസ്റ്റേക്ക് എച്ച്എയുടെ ക്വസ്റ്റ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് നിങ്ങൾക്ക് വന്നതാണ് കേട്ടോ. കുട്ടികൾ അറിയാതെ പിന്നെ കുറെ ഉണ്ടാവുമല്ലോ, അപ്പൊ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് വിട്ടു. നമുക്ക് പ്രേയർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ മാം.
മാം തുടങ്ങിക്കോട്ടെ. Yes. Bless my heart and bless my home, bless my day and bless my night. Thank you for the moon and suns, thank you for the trees and birds, thank you for the food and shelter, thank you God for everything. Very good. ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റി ആണ് മൈ ടോക്ക് ടു മൈസെൽഫ്. ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു സിമ്പിൾ വേ ഓഫ് മെഡിറ്റേഷൻ ആണത്. മൈ ടോക്ക് ടു മൈസെൽഫ്. നിങ്ങളത് മനസ്സിൽ പറയണം വിത്ത് ക്ലോസ്ഡ് ഐസ്. സേ ഇൻ മൈൻഡ് വിത്ത് ക്ലോസ്ഡ് ഐസ്. പറയേണ്ട കാര്യങ്ങൾ സേ അബൌട്ട് മൈസെൽഫ്, നെയിം, ഫാമിലി ഡീറ്റെയിൽസ്, ജോബ്, ഹോബീസ്, ജോബ് ഓർ പഠിക്കുവാണെങ്കിൽ റിലേറ്റഡ് ടു ദാറ്റ്, ഹോബീസ്, അംബിഷൻ എക്സെട്ര. കാരണം വർക്ക് ചെയ്യുന്ന പലരും കോഴ്സ് ചെയ്യുന്നുണ്ട്, അതാണ് ജോബ് എന്ന് പറഞ്ഞത്. സ്റ്റുഡന്റ് ആണെങ്കിൽ നമ്മളുടെ സ്റ്റഡി റിലേറ്റഡ് കാര്യം പറഞ്ഞാൽ മനസ്സിൽ പറഞ്ഞാൽ മതി. ക്ലിയർ ആയോ ആക്ടിവിറ്റി? ഇതൊരു സിമ്പിൾ വേ ഓഫ് മെഡിറ്റേഷൻ ആണ്. മൈ ടോക്ക് ടു മൈസെൽഫ്. സേ ഇൻ മൈൻഡ് വിത്ത് ക്ലോസ്ഡ് ഐസ്. പറയേണ്ട കാര്യങ്ങൾ സേ അബൌട്ട് മൈസെൽഫ്, അതായത് നമ്മളെ പറ്റി തന്നെ നമ്മളോട് പറയാം. നെയിം, ഫാമിലി ഡീറ്റെയിൽസ്, ജോബ്, ഹോബീസ്, ജോബ് ഓർ സ്റ്റഡി റിലേറ്റഡ്, ഹോബീസ്, അംബിഷൻ എക്സെട്ര. അങ്ങനെ എന്തെല്ലാം നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ടോ അത് സംസാരിക്കുക. 5 minutes ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. മാം ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ ഇപ്പൊ കേറുള്ളൂ. ഓക്കെ, ഒന്നുമില്ല. ഒരു സിമ്പിൾ വേ ഓഫ് മെഡിറ്റേഷൻ ആണ് മൈ ടോക്ക് ടു മൈസെൽഫ്. ഞാൻ എന്നോട് തന്നെ സംസാരിക്കുവാണ്. അതായത് എല്ലാവരും ഇപ്പൊ അത് മെഡിറ്റേഷനിലാണ്. സേ ഇൻ മൈൻഡ് വിത്ത് ക്ലോസ്ഡ് ഐസ്. കണ്ണുകൾ അടച്ച് സാവധാനം അടച്ച് നമ്മളോട് തന്നെ സംസാരിക്കുന്നു. സേ അബൌട്ട് മൈസെൽഫ്, നെയിം, ഫാമിലി ഡീറ്റെയിൽസ്, ജോബ് ഓർ സ്റ്റഡി റിലേറ്റഡ്, ഹോബീസ്, അംബിഷൻ എക്സെട്ര. എന്തൊക്കെ നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കണോ അതെല്ലാം സംസാരിക്കുക. 5 minutes ആക്ടിവിറ്റി ആണ്.
കഴിയുമ്പോ പറയണേ. കഴിഞ്ഞു ടീച്ചർ. കഴിഞ്ഞു മാം. ഓക്കെ, 5 minutes കഴിഞ്ഞല്ലോ. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. കാരണം ആരും സംസാരിക്കാനില്ല, ആരും കേൾക്കാനില്ല എന്ന് തോന്നുമ്പോൾ വൺസിന്റെ വയലൊക്കെ ഇത് വളരെ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ തരുന്ന ഒരു സിമ്പിൾ വേ ഓഫ് മെഡിറ്റേഷൻ ആണ്. ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്ന എല്ലാം അങ്ങനെ സംസാരിക്കാം. ഓക്കെ, നമ്മള് വൈറ്റമിൻസിന്റെ കാര്യം കുറച്ച് ഭാഗം വരെ എടുത്തിട്ട് കുറച്ചും കൂടെ നമുക്ക് കഴിയാനുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി നമ്മളുടെ നോട്ട്സിലേക്ക് വരാം. പറഞ്ഞത് B9 വരെയാണോ പറഞ്ഞത്? യെസ് മാം. അതാണെന്ന് തോന്നുന്നു, B9. യെസ്. നെക്സ്റ്റ് വൈറ്റമിൻ B12. കെമിക്കൽ നെയിം ഒക്കെ ചിലതിന്റെ നമുക്ക് പെട്ടെന്നൊരു ടഫായിട്ട് തോന്നും. എന്നാലും കെമിക്കൽ നെയിം സൈനോകൊബാളമിൻ എന്നാണ് ഇതിന്റെ കെമിക്കൽ നെയിം. സൈനോകൊബാളമിൻ അല്ലെങ്കിൽ ഹൈഡ്രോക്സോ കൊബാളമിൻ എന്ത് തന്നെയാണെങ്കിലും കൊബാളമിൻ എന്നുള്ളത് കോമൺ ആയിട്ടുണ്ട്. സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു പറയാം. നീതേൽ കൊബാളമിൻ, ഈ 3 രീതിയിൽ അതറിയപ്പെടുന്നു. സൈനോ CYANO, സൈനോ CYANO. പിന്നെ കൊബാളമീൻ ആണ് COBALAMIN. ആദ്യം സൈനോ CYANO, then കൊബാളമീൻ COBALAMIN. നെക്സ്റ്റ് ഒരു പേര് ഹൈഡ്രോക്സോ എഴുതണം. പിന്നെ കൊബാളമിൻ കോമൺ. HYDRO ഹൈഡ്രോക്സോ കൊബാളമിൻ. പിന്നെ മീഥൈൽ METHYL മീഥൈൽ കൊബാളമിൻ. വൈറ്റമിൻ B12 ആണ്, വാട്ടർ സോളുബിൾ ആണ്. കെമിക്കൽ നെയിംസ് സൈനോകൊബാളമിൻ, ഹൈഡ്രോക്സോകൊബാളമിൻ, മീഥൈൽ കൊബാളമിൻ. ഹെൽത്തി നെർവസ് സിസ്റ്റത്തിന് ഇത് വളരെ എസെൻഷ്യൽ ആണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഹെൽത്തി നെർവസ് സിസ്റ്റം. സോ ഇതിനടുത്ത ഡെഫിഷ്യൻസി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കും. അതാണ്. ഓക്കെ, അതിന്റെ ഫങ്ഷൻ, ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എ ഹെൽത്തി നെർവസ് സിസ്റ്റം. നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് വളരെ ആവശ്യമുള്ളതാണ് വൈറ്റമിൻ B12. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഹെൽത്തി നെർവസ് സിസ്റ്റം. Deficiency means low levels may lead to neurological problems and some types of anemia. Okay, low levels may lead to deficiency. Low levels may lead to neuro problems and some types of anemia. വിളർച്ച, ചില ടൈപ്പ് അനീമിയ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഇതിന്റെ ഗുഡ് സോഴ്സസ് ഇത് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? ഏതൊക്കെ ഫുഡ് ഐറ്റംസിൽ നിന്നാണ് കിട്ടുന്നത്? ഫിഷ്, ഷെൽ ഫിഷ്,
ഷെല്ലുള്ള ഫിഷ് ഉണ്ടല്ലോ, കക്ക പോലത്തെ ക്ലോസ്, ഞണ്ട്, ക്രാബ്, അതെല്ലാം ഇതിന്റെ ഗുഡ് സോഴ്സ് ആണ്. പിന്നെ മീറ്റ്, എഗ്സ്, മിൽക്ക് ആൻഡ് അതർ ഡയറി പ്രോഡക്ട്സ്. പിന്നെ ഫോർട്ടിഫൈഡ് സിറൈൽസ്, ചില ഫോർട്ടിഫൈഡ് സോയ പ്രോഡക്ട്സ്. ഫോർട്ടിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് വരുന്ന ഫുഡ് പ്രോഡക്ട്സിനെയാണ് ഫോർട്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സ്ട്രാ ന്യൂട്രിയൻസ് അതിന്റെ കൂടെ ആഡ് ചെയ്ത് വരുന്നു ഫുഡ് ഐറ്റംസിന്റെ കൂടെ. അതുപോലെ ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഫോർട്ടിഫൈഡ് ഈസ്റ്റ്. എക്സാമ്പിൾസ് വരുന്നത് ഫിഷ്, ഷെൽ ഫിഷ്, മീറ്റ്, എഗ്സ്, മിൽക്ക് ആൻഡ് അതർ ഡയറി പ്രോഡക്ട്സ്. പിന്നെ ഫോർട്ടിഫൈഡ് സിറൈൽസ്, ഫോർട്ടിഫൈഡ് സോയ പ്രോഡക്ട്സ്, ഫോർട്ടിഫൈഡ് ന്യൂട്രീഷണൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരുന്നത്. മിൽക്കും ഡയറി പ്രോഡക്ട്സും എല്ലാവർക്കും ഫുഡിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. പിന്നെ സോയ പ്രോഡക്ട്സും ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഈസ്റ്റും ഇൻക്ലൂഡ് ചെയ്യാം. ഫിഷും മീറ്റ്, എഗ് ഒന്നും എല്ലാവരും കഴിക്കുന്നതല്ലോ. പിന്നെ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് വീഗൻ പീപ്പിളിനെ കുറിച്ച് പറഞ്ഞു. അവർ അനിമൽസിൽ നിന്ന് കിട്ടുന്നതൊന്നും അവർ കഴിക്കില്ല. അപ്പൊ അവര് ഡയറി പ്രോഡക്ട്സ് കഴിക്കില്ല, എഗ്സ് കഴിക്കില്ല, അങ്ങനെയൊന്നും അവർ കഴിക്കില്ലല്ലോ. ഒരു വെജിറ്റേറിയൻ ആയിരിക്കും, പ്ലസ് ഈ അനിമൽ പ്രോഡക്ട്സ്, ഡയറി പ്രോഡക്ട്സ് ഒന്നും കഴിക്കില്ല. അപ്പൊ അങ്ങനെയുള്ളവരോട് ഡോക്ടേഴ്സ് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് they should take B12 സപ്ലിമെന്റ്സ്. എക്സ്ട്രാ അവർ സപ്ലിമെന്റ്സ് എടുക്കണം. വൈറ്റമിൻ സപ്ലിമെന്റ്സ്, ടാബ്ലറ്റ്സ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ അതിന്റെ പൗഡേർഡ് ഫോമിലോ അങ്ങനെയുള്ളത് എന്തെങ്കിലും വീഗൻസ് ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ലാതെ ഇപ്പൊ വെജിറ്റേറിയൻസും നോൺ വെജിറ്റേറിയൻസും ഉണ്ടെങ്കിൽ നോൺ വെജിറ്റേറിയന് ഫിഷ്, ഷെൽ ഫിഷ്, മീറ്റ് അതിൽ നിന്നെല്ലാം കിട്ടും, എഗ്സിൽ നിന്ന് കിട്ടും. അല്ലാതെ പ്യുവർ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മിൽക്കും ഡയറി പ്രോഡക്ട്സ്, സോയ പ്രോഡക്ട്സ്, ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഈസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം വെജിറ്റേറിയൻസിന്, പ്യുവർ വെജിറ്റേറിയൻസിന് കഴിക്കാം. വീഗൻസ് ആവുമ്പോൾ അവർക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റാതെ വരുന്നു. സോ ഒന്നല്ലെങ്കിൽ സോയ പ്രോഡക്ട്സ് അവർ എടുക്കേണ്ടവരും, അല്ലെങ്കിൽ ഫോർട്ടിഫൈഡ് സിറൈൽസ് എടുക്കേണ്ടവരും. ഈസ്റ്റ് ആ കുറച്ച് ഓപ്ഷൻസേ അവർക്കുള്ളൂ. സോ വീഗൻസ് ആണെന്ന് അറിയുമ്പോൾ ഡോക്ടേഴ്സ് എക്സ്ട്രാ സപ്ലിമെന്റ് എടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, B12 ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വൈറ്റമിൻ സി ആണ്. ഇതിന്റെ കെമിക്കൽ നെയിം ascorbic acid, ASCORBIC, ascorbic acid. വാട്ടർ സോളുബിൾ ആണ്. അസ്കോർബിക്. എനിക്ക് ക്ലിയർ ആയില്ല, എന്നോടാണോ പറഞ്ഞേ? ആ മാം ഒന്നും കൂടി സ്പെല്ലിംഗ് പറയാനേ. ASCORBIC. ഓക്കെ. അസ്കോർബിക് ആസിഡ്, വാട്ടർ സോളുബിൾ. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൂണ്ട് ഹീലിംഗ്. നമുക്ക് മുറിവ് വന്നാൽ അത് പെട്ടെന്ന് ഹീലാവുന്നു. വൈറ്റമിൻ സി ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഹീലാവും. അതുപോലെ തന്നെ സുഖമില്ലാതെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുമ്പോൾ എപ്പോഴും ചുമ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, കഫക്കെട്ടൊന്നും ഇല്ലെങ്കിൽ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട് വൈറ്റമിൻ സി ഉള്ള, അതായത് ജ്യൂസ് അങ്ങനെയുള്ളതൊക്കെ കഴിക്കാനായിട്ട്. പിന്നെ ഭയങ്കര ടയേർഡായിട്ട് പിന്നെ സുഖമില്ലാത്ത കുട്ടികൾ ചെല്ലുമ്പോൾ തന്നെ അവരതിന് ഒരു ജ്യൂസ്, മെഡിക്കേറ്റഡ് ഒരു ജ്യൂസ് അവരപ്പൊ തന്നെ കുടിപ്പിക്കാറുണ്ട്. ബോൺ ഹീലിംഗ്, ബോൺ ഫോർമേഷൻ, എല്ലുകളുടെ ഫോർമേഷൻ, ബോൺ ഫോർമേഷൻ. പിന്നെ സ്ട്രെങ്തൻസ് ബ്ലഡ് വെസൽസ്, ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന വെസൽസ് അത് സ്ട്രെങ്തൻ ചെയ്യുന്നു. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ബോഡിയെ ഹെൽപ്പ് ചെയ്യുന്നു. അയൺ അബ്സോർബ് ചെയ്യാൻ, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിൽ നിന്ന് അയൺ ഉണ്ടാവുമല്ലോ, അപ്പൊ അയണിനെ അബ്സോർബ് ചെയ്യാനായിട്ട് ബോഡിയെ ഹെൽപ്പ് ചെയ്യുന്നു. യെസ് ജിത, എനി ഡൗട്ട്? നോ മാം, കൈ അറിയാതെ സത്യം. ഓക്കെ ഫൈൻ. ഓക്കെ, ദെൻ ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് ഇത് ആക്ട് ചെയ്യും നമ്മുടെ ബോഡിയിൽ. പിന്നെ വൂണ്ട് ഹീലിംഗ്, ബോൺ ഫോർമേഷൻ, ബ്ലഡ് വെസൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു, സപ്പോർട്ട്സ് ദ ഇമ്മ്യൂൺ സിസ്റ്റം, ഹെൽപ്സ് ദ ബോഡി ടു അബ്സോർബ് അയൺ.
വൈറ്റമിൻ സി എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ അധികം ആൾക്കാർക്കും വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കാണാൻ ചാൻസ് ഇല്ല. കാരണം നമ്മളുടെ ഫ്രൂട്ട്സിലൂടെ ആണെങ്കിലും വെജിറ്റബിൾസിലൂടെ ആണെങ്കിലും നമ്മൾ കുറച്ചെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫ്രൂട്ടോ വെജിറ്റബിളോ ഉണ്ടാകും വൈറ്റമിൻ സി ഗുഡ് സോഴ്സ് ആയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നും ഇല്ല. പക്ഷെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ റോ ആയിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും വൈറ്റമിൻ സി കൂടുതൽ നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത്. കുക്ക് ചെയ്യുമ്പോഴേക്കും വൈറ്റമിൻ സി അത് ഡിസ്ട്രോ ആയി പോകും വൈറ്റമിൻ സി കണ്ടന്റ്. ഓക്കെ, ഡെഫിഷ്യൻസി സ്കർവി എന്നൊരു അസുഖം നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ ബ്ലീഡിങ് ഗംസ്, നമ്മുടെ മോണയിൽ നിന്നും ബ്ലഡ് വരുന്നത്, അത് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ബ്ലീഡിങ് ഗംസ്, പല്ല് കൊഴിഞ്ഞു പോകാം, ലോസ് ഓഫ് ടീത്ത്. പിന്നെ വൈറ്റമിൻ സി കുറവാണെങ്കിൽ മുറിവുണ്ടായാൽ അത് ഹീല് ചെയ്യാൻ താമസം എടുക്കും. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? സ്കർവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ സിംറ്റംസ് ബ്ലീഡിങ് ഗം ആണ്. സിംറ്റംസ് ഭയങ്കര ക്ഷീണം, തളർച്ചയൊക്കെ ആയിരിക്കും, വീക്ക്നെസ്, പിന്നെ വിശപ്പില്ലായ്മ, പിന്നെ സ്കിന്നിലെ റാഷസ് വരാൻ ചാൻസ് ഉണ്ട്. വൈറ്റമിൻ സി കുറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ റാഷസ്, നമുക്ക് ചിലപ്പോൾ അവിടെ എവിടെയായിട്ട് ഒരു ഇച്ചിങ് ഫീൽ ചെയ്യും, ചൊറിയും, അവിടെ ചുമന്ന് തടിക്കും. ഇതൊക്കെ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നതാണ്. പൊതുവെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അധികം കഴിക്കുന്നവരുടെ സ്കിൻ ഭയങ്കര ലൈവായിട്ടിരിക്കും, ഭയങ്കര ലൈവ്ലി ആയിരിക്കും അവരുടെ സ്കിൻ. ഭയങ്കര ഇങ്ങനെ ചോര തൊട്ടെടുക്കാം എന്ന് പറയുന്ന പോലെ ചില ആളുകൾ നല്ല ഫ്രൂട്ട്സും ഈ പറയുന്ന, എനിക്ക് തോന്നുന്നു ഈ ഫോറിൻ കൺട്രീസിലൊക്കെ നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും കിട്ടും. സോ അവരുടെ സ്കിന്നിന് അതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അവർ റോ ആയിട്ട് സാലഡ്സ് ഒത്തിരി അവരുടെ ഫുഡില് ഉണ്ടാവും. അപ്പൊ കുക്ക് ചെയ്യാതെ അവരങ്ങനെ തന്നെ കഴിക്കുവാണ്. സോ അപ്പൊ ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നതാണ് സ്കർവി. ബ്ലീഡിങ് ഗംസ് ആണ് അതിന്റെ സിംറ്റംസ്. ലോസ് ഓഫ് ടീത്ത്, പല്ല് കൊഴിഞ്ഞു പോവാം. പിന്നെ വൂണ്ട് ഹീൽ ചെയ്യാനായിട്ട് ടൈം എടുക്കും. ഫുഡ് സോഴ്സസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ബട്ട് കുക്കിംഗ് ഡിസ്ട്രോയ്സ് വൈറ്റമിൻ സി. കുക്ക് ചെയ്യുമ്പോൾ അതിന് വൈറ്റമിൻ സി കണ്ടന്റ് ഡിസ്ട്രോ. പലപ്പോഴും സാലഡ്സിൽ ആളുകൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കും. അപ്പൊ അതൊക്കെ അങ്ങനെ റോ ആയിട്ട് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നല്ലൊരു റിച്ച് വൈറ്റമിൻ സി കിട്ടും. ഫ്രൂട്ട് സാലഡ് ആണെങ്കിലും വെജിറ്റബിൾ കൊണ്ടുള്ള സാലഡ് ആണെങ്കിലും കുക്ക് ചെയ്യാതെ അത് അങ്ങനെ റോ ആയിട്ട് തന്നെ കഴിക്കുവാണെങ്കിൽ വൈറ്റമിൻ സിയുടെ ഒരു ഗുഡ് സോഴ്സ് ആണ്. നെക്സ്റ്റ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ കെമിക്കൽ നെയിം 2 പേരുണ്ട്. അതിൽ കോമൺ ആയിട്ട് വരുന്ന ഭാഗം കാൽസിഫെറോൾ ആണ്. അതിന് മുമ്പ് എർഗോ കാൽസിഫെറോൾ, ERGO CALCI. ഒന്നുകൂടി പറയാമോ? എർഗോ ERGO CALCI. എർഗോ കാൽസ്യം. കാൽസിഫെറോൾ, കാൽസി വരെ ഞാൻ പറഞ്ഞു, ഇനി ഫെറോൾ FEROL. മുഴുവനും ഒന്നുകൂടെ പറയാം. എർഗോ കാൽസിഫെറോൾ, എർഗോ ERGO, കാൽസി CALCI, ഫെറോൾ FEROL. നെക്സ്റ്റ് കാൽസിഫെറോൾ ഉണ്ട് അടുത്ത പേരില്. അതിന്റെ മുമ്പിൽ വരുന്നത് കോൾ CHOLE, കൊളസ്ട്രോൾ എന്നുള്ളതിന്റെ വരില്ലേ കോൾ CHOLE. കൊളസ്ട്രോൾ അല്ലാട്ടോ ഇതിനകത്ത് വരുന്നത്, ഞാനതൊരു പറഞ്ഞതാ എളുപ്പം മനസ്സിലാവാൻ. കോൾ കാൽസിഫെറോൾ CHOLE, കാൽസിഫെറോളിന് മുമ്പ് വരണം. എർഗോ കാൽസിഫെറോൾ, കോൾ കാൽസിഫെറോൾ. ഫാറ്റ് സോളബിൾ ആണ്. പിന്നെ നമ്മളുടെ നമുക്ക് മിനറൽസ് ആവശ്യമാണ് നമ്മുടെ ബോഡിക്ക്, അല്ലെ? ഈ ബോൺസിന് ആവശ്യമാണ് മിനറൽസ്. സോ ഈ മിനറൽസിന്റെ ഡെപ്പോസിഷൻ, ബോൺസിലേക്ക് മിനറൽസിന്റെ ഡെപ്പോസിഷൻ, അതിന് ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ്. മിനറലൈസേഷൻ ഓഫ് ബോൺ. മിനറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിഷൻ ഓഫ് മിനറൽസ് ഓൺ ദി ബോൺ. It is essential for the healthy mineralization of bone. Mineralization means deposition of minerals on the bone. ബോണിന്റെ ഫോർമേഷനും ബോണിന്റെ സ്ട്രെങ്തിനും ഈ മിനറലൈസേഷൻ ആവശ്യമാണ്. സോ അതിനാണ് വൈറ്റമിൻ ഡി ഹെൽപ്പ് ചെയ്യുന്നത്. മാം ഒന്നുകൂടെ പറയാം.
It is essential for the healthy mineralization of bone. അതൊന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ മിനറലൈസേഷൻ മീൻസ് ഡെപ്പോസിഷൻ ഓഫ് മിനറൽസ് ഓൺ ദി ബോൺ. പണ്ട് നമ്മൾ സ്കൂളുകളിൽ എപ്പോഴും ഉണ്ടാകും, പക്ഷെ ഇപ്പം പലയിടത്തും ഷീറ്റ് ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഇതാക്കിയാണ്. ഒരു രാവിലെ മോർണിംഗ് നമുക്കൊരു അസംബ്ലി ഉണ്ടാവും. അപ്പൊ തന്നെ കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി കിട്ടിയിട്ടുണ്ടാവും. അപ്പം അതെ, സോ ഹെൽത്തി മിനറലൈസേഷൻ ഓഫ് ബോൺസ്. ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ബോണിനാണ് വേണ്ടതല്ലോ വൈറ്റമിൻ ഡി. സോ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോൺസ് വീക്ക് ആവുന്നത്. ഇതിന്റെ ഡെഫിഷ്യൻസി മൂലം ബോൺസ് വീക്ക് ആവും, സോഫ്റ്റ് ആവും. ബോൺ ശരിക്കും നല്ല സ്ട്രെങ്ത് വേണം നമുക്ക്, പക്ഷെ ഈ ബോൺസ് അങ്ങ് സോഫ്റ്റ് ആയി പോകും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുമ്പോൾ നമ്മളുടെ ബോഡിയിലേക്ക് കാൽസ്യവും അതുപോലെ തന്നെ ഫോസ്ഫറസ് അങ്ങനെയുള്ളതൊന്നും അബ്സോർബ് ചെയ്യാനായിട്ട് ചെയ്യില്ല പെട്ടെന്ന്. വൈറ്റമിൻ ഡിയുടെ ഹെൽപ്പോട് കൂടിയാണ് ഈ അബ്സോർപ്ഷൻ നടക്കുന്നത്, കാൽസ്യം, ഫോസ്ഫറസ് അതെല്ലാം. റിക്കറ്റ്സ് എന്നൊരു അസുഖം കേട്ടിട്ടില്ലേ? ഈ ബോണിന്റെ സോഫ്റ്റനിങ് ആണ്, ബോൺ അങ്ങ് വീക്കായി പോകും, റിക്കറ്റ്സ്. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ഡി മെയിൻ സോഴ്സസ് അൾട്രാ വയലറ്റ് റേസ് തന്നെ, സൺലൈറ്റ്, നല്ല ആ ഒരു സമയത്ത് കിട്ടുന്ന സൺലൈറ്റ്, എക്സ്പോഷർ ടു സൺലൈറ്റ്. അല്ലെങ്കിൽ ഇപ്പം സൺ ഇല്ലാത്ത ഒരു ചില രാജ്യങ്ങളിൽ സണ്ണിന്റെ ടൈം വളരെ കുറവായിരിക്കില്ലേ, അപ്പൊ അത് UV റേസ് കിട്ടുന്ന സോഴ്സ് ഏതെങ്കിലും. ഇപ്പൊ കുട്ടികളിലൊരു മഞ്ഞ കളർ വരുമ്പോ അവരെ ലൈറ്റ്, ബേബീസിനെ അങ്ങനെ നമുക്ക് നേരെ കൊണ്ടുപോയി സൂര്യന്റെ അങ്ങനെ നിർത്താൻ പറ്റില്ല. സോ അവർക്ക് ലൈറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ചെറുതായി വെയിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഷെയ്ഡ് പോലുള്ളിടത്ത് പോയി നിന്ന് ന്യൂബോൺ ബേബിനെ വെയിൽ കൊള്ളിക്കും അല്ലെ. നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് നമ്മൾ കൊള്ളുന്ന പോലെ ന്യൂബോൺ ബേബീസിനെ അങ്ങനെ കൊള്ളിക്കാറില്ല. സോ അത് ഏതെങ്കിലും സോഴ്സസിൽ നിന്നുള്ള UV റേസും യൂസ് ചെയ്യാം, എടുക്കാം ഇതിന്റെ സോഴ്സസ് ആയിട്ട്. പിന്നെ ഫുഡ് ഐറ്റംസ് പറയുവാണെങ്കിൽ ഫാറ്റി ഫിഷ്, എഗ്സ്, ബീഫ് ലിവർ, മഷ്റൂം ഒക്കെയാണ് പറയുന്നത്. മഷ്റൂമിലൊക്കെ വൈറ്റമിൻ ഡി കണ്ടന്റ് വളരെ കൂടുതലാണെന്ന് പറയും. അപ്പൊ വെജ് എന്ന് പറയാനായിട്ട് ശരിക്കും യോഗേർട്ട് വളരെ നല്ലതാന്ന് പറയും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്ക്. യോഗേർട്ടും കേർഡും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാലോ. കേർഡ് നമ്മൾ എന്താ ചെയ്യാം, നമ്മള് പഴയ കേർഡ് എടുത്തിട്ട് പാലിലാക്കി അതിനെ പുളിപ്പിച്ച് അത് തൈരാക്കി എടുക്കുന്നു. പക്ഷെ യോഗേർട്ടിന്റെ പ്രോസസ്സ് വേറെയാണ്. നമ്മുടെ കേർഡിൽ ഒരു ബാക്ടീരിയ ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ യോഗേർട്ടിൽ 2 ബാക്ടീരിയ ആക്ട് ചെയ്യുന്നു. അപ്പൊ അത് പ്രത്യേകം എക്വിപ്മെന്റ് വെച്ചിട്ട് എന്തോ പ്രോസസ് ചെയ്താണ് യോഗേർട്ട് എടുക്കുന്നത്. അതിൽ കുറച്ചുകൂടെ പ്രോട്ടീൻ കണ്ടന്റ്സും ഒക്കെ കൂടുതലാണെന്ന് പറയും. അപ്പൊ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവര് യോഗേർട്ട് ശീലാക്കുന്നത് നല്ലതെന്ന് പറയും. ഇപ്പം മാർക്കറ്റിൽ ഒത്തിരി ടൈപ്പ് യോഗേർട്ട്സ് അവൈലബിൾ. നമുക്ക് വീട്ടിലുണ്ടാക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. മാർക്കറ്റിൽ യോഗേർട്ട് കുറെ അവൈലബിൾ ആണ്. ഫ്രൂട്ടിന്റെ ഫ്ലേവറോട് കൂടിയതും ഫ്രൂട്ട് കണ്ടന്റ് ഉള്ളതും ഫ്രൂട്ടിന്റെ എക്സ്ട്രാക്ട്സ് ഉള്ളതുമായിട്ടുള്ള യോഗേർട്ട് ഉണ്ട്. എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് ഞാൻ യോഗേർട്ട് കഴിക്കാറുണ്ട്. പക്ഷെ എനിക്ക് നോർമൽ പ്ലെയിൻ യോഗേർട്ടാണ് ഇഷ്ടം. പ്ലെയിൻ യോഗേർട്ട് എടുത്തിട്ട് ഈ ചിയാ സീഡ്സ് കുതിർത്ത് ചിയാ സീഡ്സ് മിക്സ് ചെയ്തും ചിലപ്പോൾ ഫ്രൂട്ട്സ് അതിനകത്ത് കട്ട് ചെയ്തിട്ടിട്ടും അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. ഒരു വെജിറ്റേറിയൻസിന് പറയുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ യോഗേർട്ട്. മഷ്റൂം കഴിക്കാൻ ചിലർക്ക് ഇഷ്ടമായിരിക്കും വെജിറ്റേറിയൻസിന്. ചില വെജിറ്റേറിയൻസ് മഷ്റൂം കഴിക്കില്ല, കാരണം ഇത് ഡീക്കേഡ് ആയിട്ടുള്ളതില് ഉണ്ടാക്കുന്നതാണല്ലോ മഷ്റൂം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് വെജിറ്റേറിയൻസ് കൂടുതലും ഇതുപോലെ യോഗേർട്ട് ഒക്കെ ഇത് ശീലാക്കുന്നത് നല്ലതായിരിക്കും. യോഗേർട്ട് നല്ലതായിരിക്കും കഴിക്കുന്നത്. ഓക്കെ, അപ്പൊ വൈറ്റമിൻ ഡി അതാണ്. നമ്മുടെ കുട്ടികൾക്കും ഭയങ്കര കടുത്ത ചൂടല്ല, ഇനി ഈവനിങ്ങിലെ വെയിലും നല്ലതാന്നൊക്കെ പറയൂ കേട്ടോ. പണ്ട് ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈവനിങ് എന്ന് പറഞ്ഞാൽ വെയിൽ പോകുന്ന ഒരു സമയമില്ലേ,
പോക്കുവെയിൽ കൊണ്ട പൊന്നിന്റെ നിറം എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ ആ വെയിൽ കൊള്ളാൻ നമുക്ക് അത്രയും ചൂട് തോന്നില്ല. പക്ഷെ ഇപ്പൊ ഒരു 4:30 ആയാലും ഭയങ്കര ചൂടാണ്. ക്ലൈമറ്റ് മാറി മാറി വരുമ്പോൾ നമുക്ക് പണ്ടത്തെ പോലെ അങ്ങനെ വെയിൽ കൊള്ളാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഏർലി മോർണിംഗ് തന്നെ ഇത് കൊള്ളണം. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി മിക്ക ആൾക്കാരും പുറത്തേക്ക് ഇറങ്ങുന്നത് ആ നല്ല വെയിൽ കിട്ടുന്ന സമയത്തിന് ശേഷമാണ്. ഞാനൊക്കെ പുറത്തിറങ്ങുന്ന വളരെ കുറവായതുകൊണ്ടായിരിക്കാം ഞാൻ ഭയങ്കരമായിട്ട് കുട യൂസ് ചെയ്യും. വെയിൽ ഒട്ടും കൊള്ളില്ല, എനിക്ക് തലവേദന എടുക്കുന്ന കാരണം. സോ അതായിരിക്കാം എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഭയങ്കരമായിട്ട് ആയത്. നമുക്ക് ജോയിന്റ് പെയിൻ ഒക്കെ വരും, കാല് കൈ ഒക്കെ ഭയങ്കര പെയിൻ എടുക്കും. അതിന്റെ ബുദ്ധിമുട്ടറിയാം. വൈറ്റമിൻ ഡി എനിക്കിതുപോലെ ബീഫ് ലിവർ അതൊന്നും കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. സോ എനിക്ക് യോഗട്ട് മാത്രമേ ഉള്ളൂ ഒരു മാർഗം. സോ യോഗട്ട് പല രീതിയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നത് നല്ലതാണ് യോഗട്ട് കഴിക്കുന്നത്. ഇത് വെയിറ്റ് ഉണ്ടാവുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു നേരത്തെ ഫുഡായിട്ടൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഈ ചിയ സീഡ്സും യോഗട്ടും 2-3 ഫ്രൂട്ട്സിന്റെ കഷ്ണമൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഒരു കഴിച്ചിട്ടുണ്ട്. വൈറ്റമിൻ കെ, നെക്സ്റ്റ് വൺ. ഇതിന്റെ കെമിക്കൽ നെയിം ഇച്ചിരി പാടായിട്ട് തോന്നും കേട്ടോ. ഇതിന്റെ കെമിക്കൽ നെയിം 2 ഉണ്ട്. അതിൽ വരുന്നൊരു കോമൺ ഇത് ക്യുനോൺ എന്നുള്ള കാര്യമാണ്. ഫസ്റ്റ് വൺ ഫൈലോ ക്യുനോൺ. ഫൈലോ എന്ന് പറഞ്ഞാൽ PHYLLO. PHYLLO. പിന്നെ ക്യുനോൺ QUINONE. ഫൈലോ ക്യുനോൺ PHYLLO QUINONE. രണ്ടാമത്തെ പേര് ക്യുനോൺ എല്ലാവർക്കും കിട്ടിയല്ലോ. അതിന് മുമ്പ് മെന, MENA, മെന ക്യുനോൺ. Madam. MES. ഇപ്പൊ വൈറ്റമിൻ കെ ആണോ പറയുന്നത്? യെസ്, വൈറ്റമിൻ കെ. അപ്പൊ വൈറ്റമിൻ ഇ ഇല്ലേ? വൈറ്റമിൻ ഇ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലായിരുന്നു. യെസ്, വൈറ്റമിൻ ഇ സ്കിപ്പായി വൈറ്റമിൻ കെയിലേക്ക് പോയി. വൈറ്റമിൻ ഇ പറയാട്ടോ, ഇത് തുടങ്ങിപ്പോയില്ലേ. ഓക്കെ, മെനാക്യുനോൺ, ഫൈലോക്യുനോൺ. ഓക്കെ, ഫാറ്റ് സോൾ. താങ്ക്സ് ടു രശ്മ. ഇറ്റ് ഇസ് ഫാറ്റ് സോളുബിൾ. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വളരെ നെസസറി ആണ്. ഈ വൈറ്റമിൻ കെയില് പ്രോത്രോംബിൻ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടന്റ് ഉണ്ട്. അതാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. നെസസറി ഫോർ ബ്ലഡ് ക്ലോട്ടിങ്. നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണല്ലോ, അല്ലെങ്കിൽ ബോഡിയിലെ ബ്ലഡ് മുഴുവനും ഫ്ലോ ചെയ്ത് പോകും, വെള്ളം പോകുന്ന പോലെ വാർന്നു പോകും. സോ ഇറ്റ് ഈസ് നെസസറി ഫോർ ബ്ലഡ് ക്ലോട്ടിങ്. ഇതിന്റെ ഡെഫിഷ്യൻസി എന്താ, ബ്ലീഡിങ് നിൽക്കില്ല. അത് തന്നെയാണ് അതിന്റെ ഡെഫിഷ്യൻസി. കുറേ ടൈം എടുക്കും ചിലപ്പോൾ ബ്ലീഡിങ് നിൽക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേഷൻസോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ളവരിൽ ബ്ലീഡിങ് നിൽക്കാനായിട്ട്. അതായത് ലോ ലെവൽ ആവുമ്പോൾ പറ്റുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകും. ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകും. ഭയങ്കരമായിട്ട് നമ്മൾ ഈസിലി അഫക്റ്റഡ് ആവും. പെട്ടെന്ന് എന്തെങ്കിലും ഒരു വൂണ്ട് വന്നാലും അസുഖങ്ങൾ വന്നാലും ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും അങ്ങനെയുള്ളവരിൽ. വൈറ്റമിൻ കെ കുറവാണെങ്കിൽ ഗുഡ് സോഴ്സസ് ലീഫി വെജിറ്റബിൾസ്, പംകിൻസ്, ഫിഗ്, അത്തിപ്പഴമല്ലേ ഫിഗ്, പാഴ്സ്ലി ലീവ്സ് കേട്ടിട്ടുണ്ടല്ലോ, പാഴ്സ്ലി ലീവ്സ്. പിന്നെ ഈ ജാപ്പനീസിന്റെ ഒരു ഫുഡ് ഐറ്റംസ് ഉണ്ട്, കണ്ടാൽ നമുക്ക് കഴിക്കാൻ തോന്നില്ല. നാറ്റോ എന്നും പറഞ്ഞിട്ടൊരു ഫുഡ് ഐറ്റംസ് ആണ്. അത് പുളിപ്പിച്ച സോയാബീൻ ആണ്. അതിങ്ങനെ എടുക്കുമ്പോഴേക്കും ഇങ്ങനെ ഒട്ടി ഒട്ടിയിരിക്കും, ഒരു വഴുവഴുപ്പുള്ള ഒരു നാര്. നിങ്ങൾക്ക് ഇമേജ് നോക്കിയാൽ കാണാൻ പറ്റുമായിരിക്കും. സോയാബീൻ തന്നെ അതിനെ പുളിപ്പിച്ചെടുക്കും, എന്തോ ഒരു ഇൻഗ്രീഡിയന്റ് ചേർത്ത് പുളിപ്പിച്ചെടുക്കും. അത് അവരവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കുന്നത്. ഭയങ്കര ഹെൽത്തിയാന്നാ പറയുന്നത്. പക്ഷെ നമുക്ക് അത് കണ്ടാൽ കഴിക്കാൻ തോന്നില്ല. കാരണം ഇങ്ങനെ വഴുവഴുപ്പായിട്ട് ഈ ബീൻസ് തമ്മിൽ ഇങ്ങനെ ഒട്ടി ഒട്ടി ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു കൊഴുത്ത് ഇങ്ങനെ ഇരിക്കും. അതാണ് നാറ്റോ. അവരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് നാറ്റോ. പക്ഷെ നമ്മൾ ഈവൻ ഞാൻ കേട്ടിട്ടുണ്ട് ചില മലയാളി ഫാമിലീസ് ജപ്പാനിൽ പോയിട്ട് അവിടെ സെറ്റിൽ ചെയ്തവര്, അവിടെ ജനിച്ച അവരുടെ കുട്ടികൾക്ക് ഈ നാറ്റോ ഭയങ്കര ഇഷ്ടമാന്ന് പറയണേക്കാം. പക്ഷെ അവരത് ശീലമായി.
നമ്മൾക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ മീനിങ് അല്ല അതിന്റെ സ്പെല്ലിംഗ് എന്താണ്? നാറ്റോ NATTO. അതാണ്. അത് കുളിപ്പിച്ച സോയാബീൻ ആണ്. സോയാബീൻ നമ്മളുടെ വയറു പോലെ തന്നെ ഇരിക്കും, കുറച്ചുകൂടി ഒരു ഭംഗിയും പോളിഷ്ടും ഒക്കെ ആയിരിക്കും സോയാബീൻ. അതിങ്ങനെ ഒരു വേറെന്തോ ഒരു ഇൻഗ്രീഡിയന്റ് ഒഴിച്ച് അതിനെ പുളിപ്പിച്ചെടുത്തിട്ട് അവരത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കും. അപ്പൊ അതിങ്ങനെ നമ്മൾ ഈ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കുമ്പോ ഈ കപ്പലണ്ടികൾ നമ്മൾ ഒട്ടാനായിട്ട് ശർക്കരപ്പാനി ചേർക്കില്ലേ? അപ്പൊ ഒരു നൂൽപ്പരുവ് എന്നൊക്കെ പറഞ്ഞിട്ട് ശർക്കരപ്പാനി ഉണ്ടാവൂലേ നമ്മൾ ചില സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോ? അതുപോലെ ഈ സോയാബീനിൽ ഈ ഇൻഗ്രീഡിയന്റ് ചേർക്കുമ്പോഴേക്കും അതിങ്ങനെ തമ്മിൽ ഒട്ടി ഇങ്ങനെ നൂല് വലിഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കും. കണ്ട കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ അതിന്റെ ഒരു പിക്ചറൊക്കെ ഗൂഗിൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഇത് വൈറ്റമിൻ K ആണ് പറഞ്ഞത്. അതിന് മുമ്പ് ഉണ്ടായിരുന്നത് വൈറ്റമിൻ E. ഇതിന്റെ കോമൺ ആയിട്ട് വരുന്ന ഒരു ടേം, 2 പേരുണ്ട് ഇതില്. ടോക്കോഫിറോൾ, TOCOPHEROL, ടോക്കോഫിറോൾ. ഇതും ഫാറ്റ് സോളബിൾ ആണ്. അടുത്തത് അതിന് അടുത്ത പേര് ടോക്കോട്രൈനോൾ, ടോക്കോഫിറോൾ, TOCOPHEROL. മാം ഇത് വൈറ്റമിൻ ഏതാണ് പറയുന്നത്? വൈറ്റമിൻ E ആണ്. സ്കിപ്പ് ആയിപ്പോയി ഇടയ്ക്ക്. ഞാൻ നമ്മൾ ആ ഓർഡറിൽ പറഞ്ഞു വരുമായിരുന്നു. അപ്പൊ പെട്ടെന്ന് D കഴിഞ്ഞ് ഞാൻ അങ്ങ് കെയിലേക്ക് പോയി. വൈറ്റമിൻ E ഉണ്ട് അതിന്റെ ഇടയ്ക്ക്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു വൈറ്റമിൻസ്. ടോക്കോഫിറോൾ ഇതിന്റെ നെയിം, കെമിക്കൽ നെയിം ടോക്കോട്രിനോൾ, TOCOTRIENOL. ഇതിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആന്റി ഓക്സിഡന്റ് ആക്ടിവിറ്റി ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെയൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇത് വൈറ്റമിൻ E വളരെ നല്ലതാണ്. ആന്റി ഓക്സിഡൻസ് മെയിൻലി ഫുഡ് പ്ലാന്റിലാണ് കാണുന്നത്. അതായത് പ്ലാന്റ്സ് നമ്മൾ എടുക്കില്ലേ ഫുഡായിട്ട്, ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ളതൊക്കെ, അതിലെല്ലാം ആന്റി ഓക്സിഡൻസ് നിറയുണ്ട്. നാച്ചുറൽ മോളിക്യൂൾസ് ആണ്. നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും ഹാർംഫുൾ ആയിട്ട് എന്തെങ്കിലും ഒരു ഏജൻസ്, ഒരു ഫോറിൻ പാർട്ടിക്കിൾസോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ജോലിയാണ് ഈ ആന്റി ഓക്സിഡൻസിന്. ആന്റി ഓക്സിഡൻസിന്റെ മെയിൻ അവര് നമ്മുടെ ബോഡിയിൽ ചില എന്താ പറയാ ആർമി മെൻ ഒക്കെ ഉണ്ടെന്ന് പറയില്ലേ? അതായത് നമ്മളുടെ ബോഡിക്ക് ദോഷകരമായ എന്തെങ്കിലും ഫോറിൻ ഇത് വന്നു കഴിഞ്ഞാൽ, അതായത് ബാക്ടീരിയ, വൈറസ് അങ്ങനെ ബോഡിയെ നശിപ്പിക്കാനായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ വരുവാണെങ്കിൽ അങ്ങനെ നശിപ്പിക്കാൻ വരുന്ന ബാക്ടീരിയ, വൈറസിനെയൊക്കെ ഓടിക്കുന്ന ഒരു ജോലിയാണ് ആന്റി ഓക്സിഡൻസിന് വരുന്നത്. അത് നാച്ചുറൽ ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. പ്ലാന്റ്സിൽ നിന്നാണ് കൂടുതലും ആന്റി ഓക്സിഡൻസ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്കറിയാം. മിക്കവാറും വെജ് ഫുഡ് ഇങ്ങനെ ഫോളോ ചെയ്യുന്നവരിൽ അങ്ങനെയുള്ള ഡിസീസസ് വളരെ കുറവായിട്ട് കാണും. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യേണ്ട അസുഖമാണെങ്കിൽ നമ്മളോട് കൂടുതലും പറയുന്നത് കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈവൻ ഫിഷ്, ചിക്കൻ ഒക്കെ ആണെങ്കിലും അത് കഴിക്കേണ്ടത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് പറയും എങ്ങനെ കഴിക്കണം എന്നുള്ള രീതിയിലൊക്കെ. നമ്മളുടെ ബോഡിയെ ഹാം ചെയ്യുന്ന എന്തെങ്കിലും പാർട്ടിക്കിൾസോ ഫോറിൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ബാക്ടീരിയ, വൈറസോ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രിവെന്റ് ചെയ്യുന്ന ജോലിയാണ് ശരിക്കും വൈറ്റമിൻ ഇക്ക് വരുന്നത്. പല അസുഖങ്ങളെ അപ്പം ശരിക്കും വൈറ്റമിൻ ഇ നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ കൂടുതലായിരിക്കും. വേരിയസ് ഡിസീസിനെതിരെയായിട്ട് നമ്മൾ വളരെ ഇമ്മ്യൂൺ ആയിരിക്കും. പിന്നെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകൾ വളരെ റെയർ ആയിരിക്കും എന്നാ പറയുക. കാരണം എങ്ങനെയൊക്കെ നമ്മൾ ഫുഡ് എടുത്താലും നമ്മളുടെ ഉള്ളിൽ വൈറ്റമിൻ ഇ ചെല്ലും.
കാരണം എന്ന് വെച്ചാൽ അതുപോലുള്ള വെജിറ്റബിൾസ് എന്തായാലും ദിവസം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട്സ് ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാത്തവരുണ്ടാവില്ല. നട്ട്സ് കഴിക്കുന്നവരുണ്ടാവും. പിന്നെ നമ്മളുടെ ബോഡിക്കകത്തേക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലിൽ കുക്ക് ചെയ്തിട്ടായിരിക്കും ആ വെജിറ്റബിൾ ഓയിൽ പോകുന്നുണ്ടാകും. പിന്നെ എന്താ പറയാ, വീറ്റ് ഗോതമ്പിന്റെ എന്തെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോകുന്നുണ്ടാവും. അപ്പൊ എന്തായാലും വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഉണ്ടാകുന്ന കേസ് റെയർ ആണ്. പക്ഷേ ന്യൂബോൺ ബേബീസിൽ ചിലപ്പോൾ വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി വരാം. ഹിമോലറ്റിക് അനീമിയ, അത് ബേബി അമ്മ കഴിക്കുന്ന ഫുഡ് കറക്റ്റ് ആകാതെ അല്ലെങ്കിൽ അതിൽ നിന്നും കറക്റ്റ് ന്യൂട്രിയൻസ് ബേബിക്ക് കിട്ടാതെ വരുന്ന എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് വന്നതുകൊണ്ടായിരിക്കാം ഈ ന്യൂബോൺ ബേബിക്ക് അതുപോലുള്ള ഹിമോലറ്റിക് അനീമിയ ഉണ്ടാകുന്നത്. അത് ഇച്ചിരി ഒരു പ്രശ്നമാണ്. അത് വേറൊന്നുമല്ല, ഒരു ബേബി ഫീറ്റസ് ആവുമ്പോ തന്നെ അതിന്റെ ബോഡിയിൽ റെഡ് RBCയും WBCയും ഫോം ചെയ്യും. റെഡ് ബ്ലഡ് സെൽസ് എല്ലാം ഫോം ചെയ്തുകൊണ്ടിരിക്കും, അതിന്റെ ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷെ ഈ ഹിമോലിറ്റിക് അനീമിയ വന്നു കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോം ചെയ്യുന്നതിനേക്കാൾ സ്പീഡിൽ അതങ്ങ് നശിച്ചു പോകും. അതാണ് ഹിമോലിറ്റിക് അനീമിയ എന്ന് പറയുന്നത്. അതിന്റെ സ്പെല്ലിംഗ് ഉണ്ടാവോ? ഹിമോലിറ്റിക് അനീമിയ ആണോ? HEMOLYTIC. ന്യൂബോൺ ബേബീസിലാണ് വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി കൂടുതലായിട്ട് കാണുന്നത്. HEMOLYTIC, ഹിമോലിറ്റിക് അനീമിയ, ANEMIA. RBC സെൽസ് ഡിസ്ട്രോയ് ആവുന്നതാണ്. ഫോം ചെയ്യുന്നതിനേക്കാൾ സ്പീഡിൽ അത് ഡിസ്ട്രോയ് ആയി പോകും. അതിന് എന്തെങ്കിലുമൊക്കെ മെഡിക്കേഷൻ കൊടുത്ത് അത് കറക്റ്റ് ആക്കുമായിരിക്കും കേട്ടോ. പിന്നെ ഇതിന്റെ ഗുഡ് സോഴ്സസ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ആൽമണ്ട്സ്, എഗ്സ്, നട്ട്സ്, കിവി ഫ്രൂട്ട് ഒക്കെ നല്ലതാന്ന് പറയും. കിവി, പിന്നെ വെജിറ്റബിൾ ഓയിൽസ് നല്ലതാണ്. ഇത് കൂടാതെ പലപ്പോഴും നമുക്ക് വൈറ്റമിൻ സപ്ലിമെന്റ്സ് കഴിക്കേണ്ടതായിട്ട് വരും. എനിക്ക് വൺസ് ഇൻ എ വീക്ക് ആയിരുന്നു 5 ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ 5 times എന്നുള്ള രീതിയിൽ ഈ വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ്, ഒരു പ്രാവശ്യം ടാബ്ലറ്റ് ആയിരുന്നു, ഒരു പ്രാവശ്യം ഒരു പൗഡർ ആയിരുന്നു, വെള്ളത്തിൽ കലക്കി കുടിക്കാനുള്ള പൗഡർ ആയിരുന്നു. അതിപ്പം ഞാനൊരു വെനസ്ഡേ ആണ് എടുക്കുന്നത്. എത്ര മണിക്കാണ് എടുക്കുന്നത് ആ നെക്സ്റ്റ് വീക്കിൽ അതേ ഡേയിൽ അതേ ടൈമിൽ ഇതിനകത്ത് കഴിക്കണം. അങ്ങനെയാണ് അതിന്റെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഞാൻ ഏതോ ഒരെണ്ണം വിട്ടുപോയോ? ഒന്നും വിട്ടിട്ടില്ലല്ലോ, എല്ലാം പറഞ്ഞില്ലേ? B9 പറഞ്ഞതല്ലേ? ഫോളിക് ആസിഡ് കെമിക്കൽ നെയിം വരുന്നത് നമ്മളെല്ലാം പറഞ്ഞു അല്ലേ? ഇപ്പൊ നിങ്ങളത് നോട്ട് ചെയ്ത് അതൊരു സോഴ്സ് എന്നുള്ള രീതിയിൽ ഞാന് നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് ഇട്ടേക്കാം. എത്ര റെക്കോർഡ് ബുക്ക് വേണം എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലാസ് റൂമിലേക്ക് ഇട്ട് തരാം. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് അതൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. 5 റെക്കോർഡ് ബുക്സ് വേണം. നോട്ട്സ് അല്ലാതെ നിങ്ങൾക്ക് നോട്ട്സ് എഴുതാം, അതിന് ഞാൻ കണ്ടീഷൻസ് ഒന്നും പറയുന്നില്ല. റെക്കോർഡ് ബുക്ക് അത്യാവശ്യമുള്ളത് 5 എണ്ണം ഏതൊക്കെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ഇല്ലുസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്ക്. കുറെ റൈംസ് വരുന്ന ബുക്കാണ്. അത് എന്തൊക്കെ ആക്ഷൻസ് ആണെന്നുള്ളത് പറഞ്ഞു തരാം. പിന്നെ ഇല്ലസ്ട്രേറ്റഡ് ആക്ഷൻ സ്റ്റോറി ബുക്ക്, റൈം ബുക്ക് വേണം, സ്റ്റോറി ബുക്ക് വേണം. പിന്നെ മൈ കളക്ഷൻ ബുക്ക്, ഞാൻ എൻ്റെ ഉള്ള റെക്കോർഡ്സ് എല്ലാം ഞാൻ അത് എഴുതാറാവുമ്പോഴേക്കും ക്ലാസ് റൂമിൽ കാണിക്കാം. പിന്നെ അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക്, അത് ഏറ്റവും ലാസ്റ്റേ നമുക്ക് പറ്റൂ പ്രാക്ടിക്കലിന്റെ ക്ലാസ്സിൽ. പിന്നെ പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്. അപ്പൊ നമുക്ക് അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക് ഒഴികെ ബാക്കി 4 എണ്ണം നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് ഓരോന്നായിട്ട് ചെയ്ത് തുടങ്ങുവാണെങ്കിൽ അവസാനം ആവുമ്പോഴേക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പാരറ്റസ് റെക്കോർഡ് പസിൽസ് ഇല്ലേ, ചെറിയ ചെറിയ പസിൽസ് ഒക്കെ ചോദിക്കില്ലേ കുട്ടികളുടെ അടുത്ത്. അതായത് ലൈക്ക് എന്താ പറയാ, അതിൽ തന്നെ കുറെ ആക്ടിവിറ്റീസും നമുക്ക് അതിനകത്ത് ചെയ്യിക്കാം.
ഒരു ഏതെങ്കിലും ഒരു എലിഫന്റ് ആണെങ്കിൽ എലിഫന്റിന്റെ പിക്ചർ അത് നല്ല ഷേപ്പില് പൊട്ടി പോവാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കുക, 3-4 പീസസ് ആക്കിയിട്ട് അവിടെ എവിടെയായിട്ട് ഒട്ടിക്കുക. എന്നിട്ട് കുട്ടികളോട് അത് കറക്റ്റ് ആക്കി എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് എഴുതുക. അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റി ഒക്കെ ഇല്ലേ. പിന്നെ ഗൈഡ് ചെയ്യാനായിട്ട് വഴി കാണിച്ചു കൊടുക്കുക, കാട്ടിലകപ്പെട്ട അതിനെ ഇങ്ങനെ വീട്ടിലെത്തിക്കാൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ആക്ടിവിറ്റി ഇല്ലേ, കളിക്കുടുക്ക പോലുള്ള ബുക്കുകളിലൊക്കെ കാണാറില്ലേ. വേർഡ് പസിൽസ് ഒക്കെയാണോ? വേർഡ് പസിൽസ് ഉണ്ടാകും, പിക്ചർ പസിൽസ് ഉണ്ടാകും. വേർഡ്സ് ജംബിൾ ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിന്നും കറക്റ്റ് വേർഡ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഭയങ്കര കുറെ ലെറ്റേഴ്സ് ഒരുമിച്ച് ഇങ്ങനെ ജംബിൾ ചെയ്തെടുത്തിട്ട് അതിൽ 3 അനിമൽസിന്റെ പേര് ഒളിഞ്ഞിരിക്കുന്നുണ്ട് കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റി ഇല്ലേ. ഞാൻ എൻ്റെ ഉള്ളത് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക് ഒഴികെ ബാക്കി 4 റെക്കോർഡ് ബുക്കും നെക്സ്റ്റ് വീക്കില് നമുക്ക് തുടങ്ങി വെക്കുവാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ ഈ എന്തെങ്കിലും കാരണം എന്തൊക്കെയാ മാം വേണ്ടത്? ഏതിലാ? കളക്ഷൻ ബുക്കില്. കളക്ഷൻ ബുക്കില് ഫ്രൂട്ട്സിന്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്യാം, വെജിറ്റബിൾസിന്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ഡിഫറെന്റ് ഫോംസ് ഓഫ് ഡാൻസസ് അത് കളക്ട് ചെയ്യാം, കാർട്ടൂൺ ക്യാരക്ടേഴ്സ് കുട്ടികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അത് കളക്ട് ചെയ്ത് വെക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ എഴുതൽ കുറവായിരിക്കും, ഫുൾ നമ്മളിങ്ങനെ പിക്ചേഴ്സ് ഒട്ടിച്ചു വെക്കും, അതൊക്കെ ആയിരിക്കും കൂടുതൽ. എളുപ്പമാണ് അത്. ആകെ നിങ്ങൾ കുറച്ച് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്, അതുപോലെ ആക്ഷൻ റൈം ബുക്ക്. അതിലൊന്നും നമ്മൾ വേറൊരാളുടെ എഴുതുമല്ല, നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുവാണ്. അതുപോലെ ആക്ഷൻ സ്റ്റോറി ബുക്കും നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുവാണ്. പിന്നെ പസിൽസും അത് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഇതിനകത്ത് കാണുവാണെങ്കിൽ സ്വന്തമായിട്ട് ആകുവാണെങ്കിൽ നല്ലതായിരിക്കും. കുട്ടി ഒരിക്കലും പോലും അത് ഫെമിലിയർ ആയിരിക്കില്ല. പിന്നെ അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക് നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് തന്നെയാണ് എഴുതുന്നത്. ഞാനിപ്പോ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ നോട്ട്സ് എഴുതില്ലേ, അതിന്റെ ഒപ്പം തന്നെ എഴുതി പോകണം അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക്. ഓക്കെ, എത്രയോ 5 എണ്ണം വരുന്നുണ്ട്, 5 റെക്കോർഡ് ബുക്സ്. പക്ഷെ അപ്പൊ ഈ റെക്കോർഡൊക്കെ എങ്ങനെയാ അപ്പൊ ഈ സബ്മിറ്റ് ചെയ്യുന്നേ? അതിന് മാർക്കുള്ളതാണോ അങ്ങനെ? ആക്ച്വലി നമ്മുടെ ഇങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ഒരു നിങ്ങളുടെ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യേണ്ട വരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അത് സ്റ്റുഡൻസിന്റെ ചോയ്സ് ആണ് റെക്കോർഡ് എഴുതണോ വേണ്ടയോ എന്നുള്ളത്. ഫോർ യുവർ ബെനിഫിഷ്യൽ, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അതൊരു കമ്പൽസറി എന്നുള്ള രീതിയിൽ പറയണത് കേട്ടോ. ഇവിടെ ആരും ചോദിക്കൊന്നുമില്ല റെക്കോർഡ് എഴുതി കഴിഞ്ഞോ. പക്ഷെ നമുക്കത് നമ്മൾ ഈ കോഴ്സ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു എന്താ പറയാ, ഒരു പൂർണ്ണമായിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ അത് വേണം. കാരണം ക്ലാസ്സസിനൊക്കെ പോകുമ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ 2018 ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ബുക്സ് എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് എൻ്റെ കുട്ടികളുടെ കാര്യത്തിലും. കാരണം അവർ കേൾക്കാത്ത കഥകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ ഞാൻ എഴുതിയ പ്രെയർ സോങ് മോള് സ്കൂളിൽ ഇംഗ്ലീഷ് പോയമായിട്ട് അവള് കോമ്പറ്റീഷൻ വന്നപ്പോ പറഞ്ഞു, അവൾക്ക് 3rd പ്രൈസ് കിട്ടിയിരുന്നു. അതിന് ബാക്കി എല്ലാരും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഓതേഴ്സിന്റെ പോയം പറഞ്ഞപ്പോ കുട്ടി ഇത് പറഞ്ഞു 3rd കിട്ടിയായിരുന്നു. അതൊക്കെ നമുക്ക് നമ്മളുടെ കുട്ടികൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയി വരും. അപ്പൊ അതുകൊണ്ട് അത് ഒക്കെ ചെയ്യുക കേട്ടോ, കാരണം ചെയ്യാതിരിക്കരുത്. അപ്പൊ ഈ റൈം ബുക്കിലും സ്റ്റോറി ബുക്കിലും എന്തൊക്കെ വേണമെന്നുള്ള ലിസ്റ്റ് ഞാൻ ക്ലാസ് റൂമിലും ഇടാം, നമ്മുടെ ക്ലാസ്സിലും പറയാം. ഇത് കഴിഞ്ഞു. റിജു നമ്മളുടെ നോട്ട്സ് ഒന്ന് ഷെയർ ചെയ്യാമോ? 10 minutes more. ഏത് ചാപ്റ്റർ ആണ്? ചാപ്റ്റർ 3 ആണ്, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റില്. ഓൾമോസ്റ്റ് തീരാറായി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മൾ ഓൾറെഡി കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ്, വൈറ്റമിൻസ്, ഫാറ്റ്സ് എല്ലാം പറഞ്ഞു. അത് തന്നെ ലാസ്റ്റ് 2 pages ആണ് റിജോ. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ന്യൂട്രീഷൻ മതി, അത് വായിച്ചില്ല നമ്മൾ, വായിച്ചൊന്ന് നോക്കണേ. കാരണം ഓൾറെഡി അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറഞ്ഞു. ഈ ന്യൂട്രീഷൻ എടുത്താൽ മതി. വായിച്ചിട്ട് എന്തെങ്കിലും ഇതാകാതെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ.
ഓക്കെ, ന്യൂട്രീഷൻ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ ഒരു മെഡിറ്റേഷൻ പോലെ അത് വായിക്കുക. ന്യൂട്രീഷന്റെ പാരഗ്രാഫ് മാത്രം. ന്യൂട്രീഷണൽ നീഡ്സ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. അതിന് മുമ്പ് വരെ വായിക്കുക. വായിച്ചു കഴിഞ്ഞിട്ട് പറയാട്ടോ. വായിച്ചു മാം. മനസ്സിലെ ഓക്കെ, എല്ലാവരും വായിച്ചെന്ന് വിചാരിക്കണം. അപ്പൊ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഗുലർ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുന്ന ആൾക്കാണ് കറക്റ്റ് ന്യൂട്രീഷൻസ് എല്ലാം കിട്ടുന്നത്. ന്യൂട്രിയൻസ് അത് ശരിക്കും നമ്മുടെ ബോഡി, ഗുഡ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കുള്ള ഒരു ഫ്യൂവലാണ്. നമ്മുടെ ബോഡി വർക്ക് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഒരു ഫ്യൂവൽ തന്നെയാണ്. ഫ്യൂവൽ ആണ് ഗുഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുവാണെങ്കിൽ നമ്മളുടെ ബോഡിയിലേക്ക് ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുന്നു. നമ്മുടെ ബോഡിയിൽ എന്തെല്ലാം പ്രോസസ്സ് നടക്കുന്നുണ്ടോ അതിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് സപ്ലൈ ആകുന്നു ഈ ഫുഡ് ഐറ്റംസിൽ. മെയിൻറ്റെയിൻ നമ്മുടെ ബ്രെയിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, ബ്രെയിനിന്റെ വർക്കിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ബോൺസിന്, നെർവ്സിന്, സ്കിൻ, പിന്നെ ബ്ലഡ് സർക്കുലേഷൻ, ഇമ്മ്യൂൺ സിസ്റ്റം, ഇതിന്റെ എല്ലാം ബാലൻസിങ്, ഇതിന്റെ എല്ലാം പ്രോസസ്സിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ഇതാണ് കിട്ടുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും ഏജും ഒക്കെ അനുസരിച്ച് അതിന്റെ അളവില് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും അല്ലെ. കുറച്ച് പ്രായമാകുമ്പോൾ ഫൈബർ കൂടുതലുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കും ഉൾപ്പെടുത്തുന്നത്. പിന്നെ ജോലി ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ബോഡി ഇൻക്ലൂഡഡ് ആവുന്ന ജോലി, അതായത് ഭയങ്കരമായിട്ട് ശരീരം യൂസ് ചെയ്ത് ചെയ്യുന്ന ജോലിയൊക്കെ ആവുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ഫുഡ് ആയിരിക്കും അവരെടുക്കേണ്ടത്. ഇരുന്ന് ജോലി ചെയ്യുന്നവര് അവരതിനനുസരിച്ച്, അവർക്ക് ബോഡി മൂവ്മെന്റ്സ് ഇല്ല. മറ്റേത് ഇപ്പൊ റോഡിൽ പണി ചെയ്യുന്നവര്, വീട് കൺസ്ട്രക്ഷൻ വർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ബോഡി കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നവര് അതിനനുസരിച്ച് ഫുഡ് എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ന്യൂട്രീഷണൽ നീഡ്സ് ഇൻക്ലൂഡ്സ് ഫോളോയിങ് എന്ന് പറഞ്ഞ് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബോഡിയുടെ ഗ്രോത്ത്, ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ മെറ്റബോളിക് ഡിമാൻഡ്, ഇതിനാവശ്യമുള്ള അഡീക്വേറ്റ് കാലറീസ്, നമ്മൾ കഴിക്കുന്ന ഫുഡിന് നമ്മൾ ഈ കാലറീസ് നമ്മൾ പറയുള്ളൂ. ഓരോ പ്രോഡക്ട്സിന്റെയും ഓരോ സ്പെസിഫിക്കേഷൻ പറയുന്ന പോലെ നമ്മൾക്ക് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കാലറിയാണ്. നമുക്ക് കിട്ടുന്നത് ഇത്ര ഗ്രാം ഫുഡ് എന്നോ ഇത്ര അങ്ങനെ അല്ല നമ്മൾ പറയുന്നത്. ഇത്ര കാലറി ഫുഡായിരുന്നു നമ്മൾ കഴിച്ചത്. ഡയറ്റീഷ്യൻ പറയുമ്പോൾ ഓരോന്നും ഇത്ര കാലറി വെച്ച് വേണം. എക്സസ് കാലറി ഫുഡ് അകത്ത് പോയാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ബേൺ ഔട്ട് ചെയ്ത് കളയണം എക്സസൈസ് ചെയ്ത്. അങ്ങനെയാണല്ലോ പറയാറ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡയറ്റീഷ്യൻ ഒരു ചാർട്ട് കൊടുക്കുമ്പോൾ അതിലുണ്ടായിരിക്കും ഓരോ ന്യൂട്രിയൻസ് വരുന്ന ഫുഡ് ഐറ്റംസ് ഇത്ര കാലറീസ് എന്ന്. അപ്പൊ അഡിക്വേറ്റ് ലെവൽ ഓഫ് കാലറീസ് നമ്മൾ ഇൻടേക്ക് ചെയ്യണം, അതിനനുസരിച്ചുള്ള ഫുഡ് ഐറ്റംസ്. പിന്നെ കുട്ടികൾക്ക് പ്രോട്ടീൻസ് ഏറ്റവും ആവശ്യമുള്ള ഒരു പ്രായമാണ് ചൈൽഡ്ഹുഡ്, കുട്ടിയായിരിക്കുന്ന സമയത്ത്. കാരണം ടീത്ത് ഫോർമേഷൻ, ബോണിന്റെ ഫോർമേഷൻ, ഇതെല്ലാം അതിന്റെ സ്ട്രെങ്തൻ ഒക്കെ ചെയ്യുന്ന ഒരു ടൈം. പിന്നെ കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി, അയൺ, അതെല്ലാം ഓരോ ഏജിന് സൂട്ടബിൾ ആകുന്ന രീതിയിൽ നമ്മളുടെ ഇൻടേക്ക് ചെയ്യും. പിന്നെ സഫിഷ്യന്റ് ലെവൽ ഓഫ് അതർ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, സഫിഷ്യന്റ് ലെവൽ ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സും വേണം. ഈ ഫാറ്റ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും ഫാറ്റ് നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലും. ഈ ഫാറ്റിനെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും ഫാറ്റാണ് ചെല്ലുന്നത്. ഈ ഫാറ്റിനെ
ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫാറ്റി ആസിഡ്സ് ആക്കി മാറ്റിയിട്ടാണ് നമ്മളുടെ ബോഡിയുടെ പല പാർട്സിലേക്കും ഓരോ പ്രോസസ്സിനും വേണ്ടിയിട്ട് അത് സ്പ്ലിറ്റപ്പ് ആയിട്ട് പോകുന്നത്. ന്യൂട്രീഷൻ എന്താന്ന് മനസ്സിലായി. എസെൻഷ്യൽ അളവില് നമ്മൾ ഗുഡ് ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫുഡ് ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ന്യൂട്രീഷ്യസ് ആണെന്ന് പറയും. അതാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഈ മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് ന്യൂട്രിയൻ ഫുഡ്സ്. പലപ്പോഴും മാൽ ന്യൂട്രീഷൻ സംഭവിക്കുന്നത് എപ്പോഴാണ്? സഫിഷ്യന്റ് ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലാതെ വരുന്നത്. അതെപ്പോഴാണ്? പുവർ ഡയറ്റ് വളരെ പുവർ ആയിരിക്കും. പിന്നെ ഡൈജഷൻ ശരിയായ രീതിയിൽ നടക്കാത്ത വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസ് കാരണമാണ് പലപ്പോഴും മാൽ ന്യൂട്രീഷൻ സംഭവിക്കുന്നത്. ലാക്ക് ഓഫ് സഫിഷ്യന്റ് ന്യൂട്രിയൻസ് ഇൻ ദ ബോഡി ഈസ് ഡ്യൂ ടു റീസൺസ് ഇതൊക്കെയാകാം: പുവർ ഡയറ്റ്, ഡൈജസ്റ്റീവ് കണ്ടീഷൻസ് ഓർ എനി ഡിസീസസ്. ഈ 3 കാരണങ്ങൾ കൊണ്ട് മാൽ ന്യൂട്രീഷൻ സംഭവിക്കാം. പോഷകക്കുറവ് മലയാളത്തിൽ പറയുവാണെങ്കിൽ. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഈസ് എ കണ്ടീഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ ബോഡി ഡസ് നോട്ട് ഗെറ്റ് സഫിഷ്യന്റ് ന്യൂട്രിയൻസ് കോസ്ഡ് ബൈ നോട്ട് ഹാവിങ് ഇനഫ് ടു ഈറ്റ്. അതായത് പുവർ ഡയറ്റ്, റൈറ്റ് ടൈമിൽ കഴിച്ചാലാണ് നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആവുള്ളൂ എന്ന് പറയും. അപ്പൊ പ്രോപ്പർ അല്ലാത്ത ഡൈജഷൻ കണ്ടീഷൻ. പിന്നെ പലപ്പോഴും ഫുഡ് കഴിക്കാൻ പറ്റാതെ വരുന്നൊരു അവസ്ഥ. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ലല്ലോ. അങ്ങനെ ഒരു സ്റ്റേറ്റിൽ വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ വരുന്ന സമയത്തും ഇത് അൺബാലൻസ്ഡ് ഡയറ്റ് കൊണ്ട് സംഭവിക്കാം. ഡൈജഷനിലും ഫുഡ് എടുക്കുന്നതിലും അത് ഡൈജസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലത്തിനും കൊണ്ട് സംഭവിക്കാം. അത് തന്നെ നമ്മൾ പറഞ്ഞ മെഡിക്കൽ കണ്ടീഷൻസ് നല്ലതല്ലാത്ത സമയത്തും. പിന്നെ പലപ്പോഴും ചില ഏരിയകളിൽ മാൽ ന്യൂട്രീഷൻ സംഭവിക്കാമല്ലോ. കാരണം ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ട്, പെട്ടെന്നൊരു യുദ്ധമൊക്കെ വരുമ്പോഴേക്കും അങ്ങനത്തെ കേസസ് വരാം. നാച്ചുറൽ കലാമിറ്റി എന്തെങ്കിലും വരുമ്പോൾ ഭക്ഷണത്തിന് ആളുകൾ ബുദ്ധിമുട്ടും, വെള്ളത്തിന് ബുദ്ധിമുട്ടും, അൺസേഫ് വാട്ടർ ആയിരിക്കാൻ കിട്ടുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരും. പിന്നെ അവിടുത്തെ സാനിറ്റൈസേഷൻ, പെട്ടെന്നൊരു വെള്ളപ്പൊക്കം വരുമ്പോഴേക്കും സാനിറ്റൈസേഷൻ ഒന്നും പ്രോപ്പർ ആവില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കേസസിലും ഈ മാൽ ന്യൂട്രീഷൻ സംഭവിക്കാം. അത് പിന്നെ ടെമ്പററി ആണ്. നോർമൽ സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴേക്കും അത് മാറും. നെക്സ്റ്റ് പേജ് ഒന്നാക്കിക്കണേ റിജു. മാൽ ന്യൂട്രീഷൻ സംഭവിക്കാൻ നമുക്ക് കുട്ടികളിൽ പെട്ടെന്ന് കാണാൻ പറ്റും. ബാഡ് പോസ്റ്റേഴ്സ് ആയിരിക്കും. അവർ നിൽക്കുന്നതും നടക്കുന്നതും പിന്നെ എഴുതാനിരിക്കുന്നതും അങ്ങനെ അതെല്ലാം ബാഡ് പോസ്റ്റേഴ്സ് ആയിരിക്കും വരുന്നത്. പിന്നെ വിളറിയ മുഖമായിരിക്കും, പെയിൽ ഫേസ്. റിജു നെക്സ്റ്റ് പേജ് ആക്കണേ. Malnutrition give rise to the following conditions. Physical condition ആണ് പറഞ്ഞത്. ബാഡ് പോസ്റ്റേഴ്സ്, സിറ്റിംഗ്, റൈറ്റിംഗ്, സ്റ്റാൻഡിങ്, പെയിൽ ഫേസ്, വെള്ളർച്ച, ഡ്രൗസിനെസ്, ഇതുപോലെ തലകറങ്ങുന്ന പോലെ, ഉറങ്ങാൻ പോണ പോലെയൊക്കെ തോന്നുക, ലേസിനെസ്, ഈസി ഫാറ്റിക്, അവയർനെസ് ഓഫ് ഡിസീസസ്, പുവർ ഐസൈറ്റ്, പിന്നെ അണ്ടർ വെയിറ്റ് ഒക്കെ ആയിരിക്കും ഈ മാൽ ന്യൂട്രീഷൻ ഒക്കെ ആവുന്ന കുട്ടികളോ ആളുകളോ. മെന്റൽ കണ്ടീഷൻസ്, അവരൊട്ടും ആക്റ്റീവ് ആയിരിക്കില്ല, പാസീവ്നെസ് ആയിരിക്കും, ഒന്നിലും ക്രിയേറ്റീവ് ആയിട്ട് ഒന്നും ചെയ്യില്ല. അങ്ങനെ ആ ഒരു രീതിയിൽ എപ്പോഴും മെമ്മറി ഇഷ്യൂസ് ഉണ്ടാകും, ഗ്ലൂമി ആയിട്ടിരിക്കും. പിന്നെ സ്ലോ കോംപ്രിഹെൻഷൻ ആയിരിക്കും. പെട്ടെന്ന് അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ, ഒരു കാര്യം കേൾക്കുമ്പോൾ അത് പഠിച്ചെടുക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും പറ്റിയെന്ന് വരില്ല. കോംപ്രിഹെൻഷൻ വളരെ സ്ലോ ആയിരിക്കും. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരിക്കും അവര്. പിന്നെ ലാക്ക് ഓഫ് അറ്റൻഷൻ, ശ്രദ്ധ കുറവായിരിക്കും, കോൺസെൻട്രേഷൻ കുറവായിരിക്കും. റിജോ നെക്സ്റ്റ് പേജ് ആക്കണേ. അതിൽ വരുന്നുണ്ട് ഫിസിക്കൽ കണ്ടീഷൻസും ഫിസിക്കൽ കണ്ടീഷൻ, മെന്റൽ കണ്ടീഷൻസ്, മാൽ ന്യൂട്രീഷൻ മൂലം ഉണ്ടാകുന്ന അത് വായിച്ചു നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ യൂണിറ്റിന്റെ ലാസ്റ്റ് ഭാഗമാണ് ബാലൻസ്ഡ് ഫുഡ് ഓർ ഡയറ്റ്. ഇത് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാം, ഒരു വീല് പോലെ ചെയ്യാം. ബാലൻസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം അതിൽ വരണം? ഞാൻ അതിന്റെ പെർസെന്റേജ് ഒന്ന് പറഞ്ഞുതരാം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് 40% വേണം. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഓർ ഡയറ്റ്. ഫൈബർ റിച്ച് കാർബോഹൈഡ്രേറ്റ്സ്, ഗോതമ്പ് അങ്ങനെയുള്ളതൊക്കെ ഫൈബർ റിച്ച് കാർബോഹൈഡ്രേറ്റ്സ് 25%. പ്രോട്ടീൻസ് 25%. ഏറ്റവും കുറവ് വേണ്ടത് ഫാറ്റ്സ് ആണ്. ശരിക്കും ഫാറ്റിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഫാറ്റ്സ് 10%.
ഒരു വീൽ എടുക്കുവാണെങ്കിൽ അതിന്റെ 100%-ല് 40% ബാലൻസ്ഡ് ഡയറ്റില് 40% ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആയിരിക്കും. ഫൈബർ റിച്ച് കാർബോഹൈഡ്രേറ്റ്സ് 25% ആയിരിക്കും. പ്രോട്ടീൻസ് 25%, ഫാറ്റ്സ് 10%. അത് ഏത് ഫുഡ് ഐറ്റംസ് വേണം നിങ്ങൾക്ക് ഒരു ചാർട്ട് പോലെ പ്രിപ്പയർ ചെയ്യാം, ഒരു കളർ വീല് പോലെ ഉണ്ടാക്കാം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനൊക്കെ കളർ കൊടുത്ത് അങ്ങനെ ഒരു വീൽ ഉണ്ടാക്കാം. എത്ര പെർസെന്റേജ് ഇങ്ങനെ അതിനകത്ത് വരച്ചൊക്കെ കാണിക്കാം. ഓക്കെ, ബാലൻസ്ഡ് ഡയറ്റ് കുറിച്ചൊക്കെ കാര്യമാണ് അതാണ് പറഞ്ഞത്. ആ ഒരു പാരഗ്രാഫ്, ദ ഫുഡ് വിച്ച് കണ്ടെയ്ൻസ് ഓൾ റിക്വയർഡ് ന്യൂട്രിയൻസ് ആൻഡ് ഹാസ് എസെൻഷ്യൽ കലോറിക് വാല്യൂസ് ഈസ് കോൾഡ് ബാലൻസ്ഡ് ഡയറ്റ്. പറഞ്ഞിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അത് കറക്റ്റ് അളവിൽ തന്നെ കലോറിയിൽ വരുന്നതാണ്, ആ ഒരു വാല്യൂവിൽ വരുന്നതാണ് ബാലൻസ്ഡ് ഡയറ്റ്. കുറവുമല്ല കൂടുതലുമല്ല. ബാലൻസ്ഡ് ഡയറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഗ്രോയിങ് ചിൽഡ്രൻ. നമ്മളുടെ പണ്ടത്തെ ആളുകളിൽ അമ്മൂമ്മമാർക്ക് അറിയാം ഓരോ ഏജിലും കുട്ടികൾക്ക് എന്ത് കൊടുക്കണം അങ്ങനെ ഇങ്ങനെ. അപ്പൊ നമ്മൾ അത് കേട്ട് വളർന്ന് നമുക്ക് കുട്ടികളാവുമ്പോൾ നമ്മളത് അവരിലേക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ഡിസീസ് വരുമ്പോ അല്ലെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും ഇറിറ്റേഷൻ വരുമ്പോ ഡോക്ടേഴ്സും സജസ്റ്റ് ചെയ്യും, വീട്ടിലെ പ്രായമായവരും സജസ്റ്റ് ചെയ്യും ഇത് കൂടുതൽ കൊടുക്കും അല്ലെങ്കിൽ ഇത് ഒഴിവാക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവര് പറയാറുണ്ട്. അതിലൊക്കെ ശരിക്കും കാര്യമുണ്ട്, സയൻസ് തന്നെയാണ്. Balanced diet contains roughly 400 calories of proteins, 900 calories of fat, and 1700 calories of carbohydrates. While selecting food items, not only the calorie value but the nutritional value also should be taken into account, especially when it is meant for children, കുട്ടികളുടെ കാര്യത്തിൽ, because they require nutritious food for their proper growth. നമുക്കും അറിയാം നല്ല കഴിക്കുന്ന പ്രായത്തില് കുട്ടികൾ ഫുഡ് കഴിക്കുന്ന അറിയാം, പക്ഷെ നമ്മൾ വളർന്നു വരുമ്പോൾ നമുക്കും അറിയാം 20+ ആവുമ്പോൾ നമുക്ക് എങ്ങനെ കഴിക്കണം എന്നുള്ളത് മനസ്സിലാവും. 30+ ആവുമ്പോൾ നമ്മൾ ഏത് കൂടുതൽ ഉൾപ്പെടുത്തണം ഏത് കുറയ്ക്കണം എന്നുള്ളത് മനസ്സിലാവും. 40+ ആവുമ്പോഴും മനസ്സിലാവും, 50+ ആവുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഈ കറക്റ്റ് ഈ ബാലൻസ് ഡയറ്റിൽ പോകുമ്പോൾ നമ്മളുടെ ഡിസീസ് ഒന്നും വരില്ല. അപ്പോൾ ഈ ഡിസീസ് അഥവാ ഡിസീസ് വരുമ്പോൾ എങ്ങനെ നമ്മളുടെ ഡയറ്റ് മാറ്റണം എന്നുള്ളതും എല്ലാം നമുക്ക് പറയാം. എല്ലാവർക്കും അതിനെപ്പറ്റി നല്ലൊരു ധാരണയുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ ബാലൻസ്ഡ് ഫുഡ് ഓർ ഡയറ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കുറേ പിക്ചേഴ്സ് കാണാം. അതില് കൊടുത്തിരിക്കുന്ന ഫുഡ് ഐറ്റംസിന്റെ പിക്ചർ വരയ്ക്കോ പേസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഒരു ബാലൻസ് ഫുഡ് ബാലൻസ് ഡയറ്റ് ചാർട്ട്, പ്രിപ്പയറിങ് എ ബാലൻസ് ഡയറ്റ് ചാർട്ട് ഓർ വീൽ, ഏതാണോ ഈസി അത് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ യൂണിറ്റ് 3 തീരുവാണേ. 3 യൂണിറ്റ്സ് കഴിഞ്ഞു. പാർട്ട് 1 3 യൂണിറ്റ്സ് ആണ്. 4 യൂണിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്. 4 യൂണിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് ക്ലാസ്സിൽ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വെക്കാം കേട്ടോ. ഇന്ററാക്റ്റീവ് സെഷൻ പോലെ ഇരുന്ന് പരീക്ഷ എഴുതലോ അങ്ങനെയൊന്നുമല്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വരാം, പരസ്പരം ചോദിക്കാം, ആൻസേഴ്സ് ഷെയർ ചെയ്യാം, ആ ഒരു രീതിയിൽ. 4 യൂണിറ്റും കൂടെ കഴിയട്ടെ, അപ്പോഴേ നമുക്ക് കുറച്ചൊരു 10-20 ക്വസ്റ്റ്യൻസ് കിട്ടുള്ളൂ. നല്ലൊരു ക്വസ്റ്റ്യൻസ് MCQ തന്നെ ആവുന്ന നല്ലതായിരിക്കും, ഓപ്ഷൻസ് ഉള്ളത്. ഇത് ഓക്കെ അല്ലേ? ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു യൂണിറ്റിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ടച്ച് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെയെങ്കിലും ഇല്ലാതെ ഉണ്ടോ? ഓക്കെ, എനിക്കിനി ക്ലിയർ ആണോ? വായിച്ചു നോക്കണേ. PDF നോട്ട്സ് ആഡ് ചെയ്യണം. യെസ്, ആരും എന്തോ പറയാമെന്ന് തോന്നുന്നു. ക്ലിയർ ആണ്. നമ്മുടെ നെക്സ്റ്റ് 4th ചാപ്റ്റർ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആണ്. സോ അത് ആ ചാപ്റ്റർ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഇൻസഫിഷ്യന്റ് ആയതുകൊണ്ടാണ് അങ്ങനെയുള്ള ഡിസീസസ് വരുന്നത്.
കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർ ആ ഒരു ഇതിലാണെങ്കിൽ നമ്മൾക്ക് അവർക്ക് ഒരു അവയർനെസ് കൊടുക്കാനും പറ്റും അവരുടെ പാരന്റ്സിന്. ക്ലാസ് എടുക്കാൻ പോയ ആള് അംഗൻവാടിയിൽ ആരായിരുന്നു? ക്ലാസ് എടുത്തോ? നമ്മൾ ഷെയർ ചെയ്യാന്ന് പറഞ്ഞിരുന്നു. മാം ഡേറ്റ് അതിന് കിട്ടിയ അവിടുത്തെ ടീച്ചർക്ക് എന്തോ വയ്യായി വന്നു. അപ്പൊ പിന്നെ കുട്ടികൾ ഇപ്പൊ കുറവാ. എല്ലാ കുട്ടികൾക്കും ഈ ചൂടിന്റെ കാരണം കുറെ അസുഖമുള്ള കുട്ടികളൊക്കെ ലീവാണ്. ഈ ആഴ്ചയിൽ തന്നെ ഒരു ദിവസം അറേഞ്ച് തരാന്ന് പറഞ്ഞു. എല്ലാ കുട്ടികളുള്ള ദിവസം തന്നെ അറേഞ്ച് ചെയ്യാന്ന് ടീച്ചർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മനീഷ റെഡി ആയി പ്രിപ്പയർ ആയിട്ട് ഇരിക്കുവാണല്ലോ അല്ലെ? നോട്ട്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചാർട്ടൊക്കെ. അങ്ങനെ ഒരു ഇഷ്യൂ. അത് പിന്നെ കുട്ടികൾ 2-3 കുട്ടികളായിട്ട് ചെന്നിട്ട് കാര്യമില്ലല്ലോ, ഇത്തിരി പാരന്റ്സ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറെ ചോദിച്ചത്. അപ്പൊ കുട്ടികളൊക്കെ ഒന്ന് ഇതായിട്ട് റിക്കവർ ചെയ്ത് വന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞു ഈ ആഴ്ചയിൽ തന്നെ. പിന്നെ ആ കുട്ടികളുടെ തന്നെ പാരന്റ്സ് എല്ലാം മനീഷ വേണേ ക്ലാസ് എടുക്കണതിന് മുമ്പ് ഞങ്ങൾക്കൊന്ന് ക്ലാസ് എടുക്കാം. അപ്പൊ കുറച്ചുകൂടെ ഇതായിരിക്കും. അയ്യോ മാം ഞാൻ ക്ലാസ് എടുക്കാൻ കയറുന്നത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. എത്ര സമയം വേണം? 5 മിനിറ്റ്. മാം ഇരിക്കുമ്പോ മാമിന്റെ മുന്നിൽ ക്ലാസ് എടുക്കാതെ എനിക്ക് ഭയങ്കര റിസ്ക് ഉള്ള ടാസ്ക് ആണത്. ഞാൻ അങ്ങ് ലീവ് ആയാ മതിയോ? കുറച്ചുകൂടി മതി. മാമിനെ കണ്ട് ഇത്തിരി കൂടി പഠിച്ചു കഴിഞ്ഞിട്ട് മതിയോ ഇതിന്റെ ക്ലാസ്? ഓൺലൈനായിട്ടല്ലേ മനീജ, പിന്നെന്താ പ്രശ്നം? ഓൺലൈനിലായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, ഒരു എക്സ്പീരിയൻസ് ആവുമ്പോ. ഉള്ളപ്പോ എനിക്ക് ടെൻഷൻ. എനിക്ക് മാം ഇരിക്കുമ്പോ ഞാൻ ക്ലാസ് എടുക്കുമ്പോ എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഫോൾട്ട് വന്നാ. അങ്ങനെയല്ലോ, നമ്മളെല്ലാരും ടീച്ചേഴ്സ് അല്ലേ, ഫെസിലിറ്റേറ്റേഴ്സ്. അത് മാം കറക്റ്റ് ചെയ്യും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാം പറയും അങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞു തരില്ലേ, അപ്പൊ ഒരു ഇതാവില്ലേ? ഓക്കെ ഞാൻ ശ്രമിക്കാം. ഞാൻ പറ്റില്ല എന്ന് പറയില്ല, ഞാൻ ശ്രമിക്കാം. ഞാൻ മാത്രല്ല കേട്ടോ, ഇവിടെ ഇരിക്കുന്ന പലരും നല്ല സജഷൻസ് തരും. ടീച്ചർമാരൊക്കെ ഉണ്ട് നമ്മുടെ ക്ലാസ്സില്. അപ്പൊ ഞാൻ എന്തായാലും ശ്രമിക്കും. അത് എനിക്കൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ. ഫോൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാ, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. നമുക്ക് ടീച്ചേഴ്സ് ഉണ്ട് ഈ ബാച്ചില്. ഇന്നൊരു ടീച്ചർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ എന്താ ഞാൻ പറയാൻ വന്നത്, ആ അംഗൻവാടിയിൽ വരുന്ന കുട്ടികളുടെ അമ്മമാര് മാത്രല്ല, അവിടെ പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മമാരുടെ ലിസ്റ്റ് ഉണ്ടാവും. അവരെയും വിളിക്കാം. ന്യൂ ബോൺ ബേബീസ് ആയിട്ടുള്ള, അംഗൻവാടിയിലേക്ക് ആവാറായിട്ടുള്ള കുട്ടികളുടെ അമ്മമാർ, അവരെയൊക്കെ വിളിക്കാം എന്ന് പറയും. ഓക്കെ ഞാൻ പറയാം. ശരി, എന്നാ നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Night, ma'am. Thank you, ma'am. Nice. Sophia.